Hello, dear students. Today we are discussing the chapter Tolstoy Farm, written by Mahatma Gandhi. As we all know about the author, he is a father of our nation and he was a prominent leader of freedom movement in India. And his ideals are non-violence, truth, and peace. Now let's move to the chapter Tolstoy Farm. ഈ ടോൾസ്റ്റോയ് ഫാം എന്നുള്ളത് സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന ആത്മകഥയിൽ ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാമിലെ അന്തേവാസികളോടൊപ്പം അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് നടക്കുന്ന കുറച്ച് ഭാഗമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. Tolstoy Farm was a community of Indians started by Gandhiji in Transvaal, South Africa in 1910. സൗത്ത് ആഫ്രിക്കയിൽ 1910 ഗാന്ധിജി ആരംഭിച്ച ഒരു ഇന്ത്യൻ സമൂഹമാണെന്ത് ടോൾസ്റ്റോയ് ഫാം എന്നുള്ളത്. ഇറ്റ് ബിക്കെയിം ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ക്യാമ്പയിൻ ഓഫ് സത്യാഗ്രഹ നോൺ വയലൻസ്. സത്യാഗ്രഹ സമരത്തിൻ്റെ ഒരു ആസ്ഥാനമായി തന്നെ അത് മാറി. The farm, 21 miles away from Johannesburg, had been bought by Herman Kallenbach, one of Gandhiji's supporters. ഈ ഫാം ജോഹാൻസ്ബർഗിൽ നിന്നും 21 മൈൽ അകലെ ദൂരമുള്ള ഈ ഫാം ഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹെർമൻ കല്ലൻബാഗ് എന്നൊരാളാണ് വാങ്ങിച്ചിരുന്നത്. ബോത്ത് കല്ലൻബാഗ് ആൻഡ് ഗാന്ധിജി were highly impressed by Tolstoy writing. കല്ലൻബാഗും ഗാന്ധിജിക്കും ടോൾസ്റ്റോയിൻ്റെ റൈറ്റിങ്സ് ഒക്കെ ഇഷ്ടമായിരുന്നു. സോ ദേ ഡിസൈഡഡ് ടു നെയിം ദ ഫാം ആഫ്റ്റർ ടോൾസ്റ്റോയ്. അതുകൊണ്ട് തന്നെ അവർ ആ ഫാമിന് ടോൾസ്റ്റോയ് എന്ന പേരിട്ടത്. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ഫാം വർ സ്കൂൾഡ് ബൈ ഗാന്ധിജി ഹിംസെൽഫ്. അവിടെയുള്ള അന്തേവാസികൾക്ക് ഗാന്ധിജി തന്നെയായിരുന്നു പഠിപ്പിച്ച് വിദ്യാഭ്യാസം നൽകിയിരുന്നത്. Now let's move to the first paragraph, Tolstoy Farm. As the farm grew, it was found necessary to make some provision for the education of its boys and girls. ഫാം വളർന്നു കൊണ്ടപ്പോൾ തന്നെ എന്തായിരുന്നു അവിടെയുള്ള ബോയ്സിനും ഗേൾസിനൊക്കെ കുറച്ചും കൂടിയും അത്യാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നത് അതൊരു അത്യാവശ്യമായ കാര്യമായിരുന്നു. There were among these Hindu, Musalman, Parsi and Christian boys and some Hindu girls. അവിടെ ഹിന്ദു മുസ്ലിംസ് പാർസി ക്രിസ്ത്യൻ ബോയ്സും ചില ഹിന്ദു ഗേൾസുമായിരുന്നു ഉണ്ടായിരുന്നത്. It was not possible and I did not think it is necessary to engage special teachers for them. ഇത് പോസിബിളും അല്ലായിരുന്നു, സാധ്യമോ അല്ലായിരുന്നു സ്പെഷ്യൽ ടീച്ചേഴ്സിനെ പുറത്തുനിന്ന് ടീച്ചേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ള കാര്യം അവിടെ നടക്കുന്ന കാര്യമായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ദ ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് വാസ് കേസ് ആൻഡ് ഈവൻ വെൻ അവൈലബിൾ നൺ വുഡ് ബി റെഡി ടു ഗോ ടു എ പ്ലേസ് 21 മൈൽസ് ഡിസ്റ്റൻസ് ഫ്രം ജോഹാൻസ്ബർഗ് ഓൺ എ സ്മോൾ സാലറി. ഇനി അത് പോസിബിൾ ആണെങ്കിൽ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ ടീച്ചേഴ്സ് വളരെ സ്കേഴ്സ് എന്ന കുറവായിരുന്നു. അതേപോലെ തന്നെ ഇത്രയും ദൂരം 21 മൈൽ ഡിസ്റ്റൻസ് ആയിരുന്നു ജോഹാൻസ്ബർഗിൽ നിന്നും 21 മൈൽ ദൂരമുള്ള ആ സ്ഥലത്തേക്ക് ആരും ചെറിയൊരു സാലറിക്ക് വരാൻ ആരും തയ്യാറായിരുന്നില്ല. ഓൾസോ വി വർ സർട്ടൻലി നോട്ട് ഓവർഫ്ലോയിങ് വിത്ത് മണി. അതേപോലെ തന്നെ അവർക്ക് പൈസ വളരെ കുറവായിരുന്നു. ആൻഡ് I did not think it is necessary to import teachers from outside the farm. അതേപോലെ തന്നെ ഞാൻ എന്തും ചിന്തിച്ചിരുന്നില്ല, പുറത്തുനിന്ന് ടീച്ചേഴ്സിനെ ഇമ്പോർട്ട് ചെയ്യണം കൊണ്ടുവരാമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. I did not believe in the existing system of education and I had a mind to find out by experience and experiment the true system. നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അനുഭവങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും സത്യസന്ധമായ രീതി കണ്ടെത്തുക എന്നതായിരുന്നു എൻ്റെ ചിന്ത. Only this much I knew, that under ideal conditions, true education could be imparted only by the parents, and then there should be the minimum of outside help. That Tolstoy Farm was a family in which I occupied the place of the father, and that I should so far as possible shoulder the responsibility for the training of the young. എനിക്ക് ഇത്രയും മാത്രമേ അറിയായിരുന്നുള്ളൂ. ശരിയായ വിദ്യാഭ്യാസം ഉചിതമായ സന്ദർഭങ്ങളിൽ മാതാപിതാക്കന്മാർക്ക് മാത്രമേ നൽകുവാൻ കഴിയൂ. പിന്നീട് പുറമേ നിന്നുള്ള സഹായം ചെറിയ രീതിയിൽ മതി. അതായത് ശരിയായ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് ഫാമിലിന്ന് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് നൽകേണ്ടത്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഒരു സപ്പോർട്ട് മതി എന്നായിരുന്നു ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. ടോൾസ്റ്റോയ് ഫാം എന്താ ഒരു കുടുംബമാണ്. അവിടെ ഗാന്ധിജിക്ക് എന്തായിരുന്നു I occupied the place of the father. ഒരു ഫാദറിൻ്റെ ഗൃഹനാഥൻ്റെ സ്ഥാനമായിരുന്നു ഗാന്ധിജിക്ക് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിക്ക് സാധ്യമാകുന്നിടത്തോളം യുവാക്കൾക്ക് പരിശീലനം നൽകേണ്ടത് ആരുടെ കടമയാണ്? ഗാന്ധിജിയുടെ കടമയാണ്. ദ കൺസെപ്ഷൻ നോ ഡൗട്ട് വാസ് നോട്ട് വിത്തൗട്ട് ഇറ്റ് ഫ്ലോസ്. കൺസെപ്റ്റ് പറഞ്ഞ ആശയം. നോ ഡൗട്ട് വാസ് നോട്ട് വിത്തൗട്ട് ഇറ്റ് ഫ്ലോസ് പറഞ്ഞ കുറവ്. അതായത് ഗാന്ധിജി പറഞ്ഞ ആശയത്തിന് പോരായ്മ ഉണ്ട് എന്നത് യാതൊരു സംശയവുമില്ല. All the young people had not been with me since their childhood. They had been brought up in different conditions and environments and they did not belong to the same religion. അവിടെയുള്ള ഒരുവിധം എല്ലാ ചെറുപ്പക്കാരും ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നവരല്ല. വ്യത്യസ്ത സാഹചര്യങ്ങളിലും പരിസ്ഥിതികളിലുമാണ് അവർ വളർന്നത്. അതേപോലെ തന്നെ വ്യത്യസ്ത റിലീജിയൻസിലാണ് അവർ വളർന്നിരുന്നത്.
How could I do full justice to the young people thus circumstanced, even if I assume the place of pater familias? പാറ്റർ ഫാമിലിയസ് പറഞ്ഞാൽ ഒരു കാര്യസ്ഥൻ, അതായത് ഗാന്ധിജി ആലോചിക്കുകയാണ് എന്ത്, ഈ ചെറുപ്പക്കാർക്കിടയിൽ എങ്ങനെ, അതായത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നതും പഠിച്ചതും വ്യത്യസ്ത മതത്തിൽ നിന്ന് വളർന്ന ഈ കുട്ടികൾക്ക് എങ്ങനെ ഞാൻ നീതി നൽകാൻ കഴിയുമെന്ന് ആലോചിക്കുകയാണ്. ഇനി ഒരു കാരണരായി നിന്നാൽ വരെ എനിക്കത് സാധ്യമാകുമോ എന്ന് ഗാന്ധിജി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. Now move to the next paragraph. But I had always given the first place to the culture of the heart or the building of the character, and as I felt confident that moral training could be given to all alike, no matter how different their ages and their upbringing, I decided to live amongst them all the 24 hours of the day as their father. ഹൃദയ സംസ്കാരത്തിനും സ്വഭാവ രൂപീകരണത്തിനുമാണ് ഞാൻ എപ്പോഴും പ്രഥമ സ്ഥാനം നൽകിയത്. അതായത് ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിനും ഹൃദയ സംസ്കാരത്തിനാണ് ഗാന്ധിജി എപ്പോഴും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നൽകിയത്. എല്ലാവർക്കും ഒരേപോലെ ധാർമ്മിക പരിശീലനം നൽകുവാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ വളർന്ന പ്രായവും രീതിയും എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ദിവസം, അതായത് 24 ഹവറും അവരോട് കൂടി സ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഗാന്ധിജി ഉറച്ചു നിന്ന് തീരുമാനിച്ചു. I regarded character building as a proper foundation for their education, and if the foundation was firmly laid, I was sure that the children could learn all the other things themselves or with the assistance of friends. ഒരു പിതാവെന്ന രീതിയിൽ അവരോടൊപ്പം കഴിയുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം സ്വഭാവ രൂപീകരണമാണ് ഞാൻ വിശ്വസിച്ചത്. അതായത് നമ്മുടെ ക്യാരക്ടറാണ് ഫസ്റ്റായിട്ട് ശരിയാവേണ്ടതെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ആ അടിസ്ഥാനം, നമ്മുടെ ക്യാരക്ടർ ശരിയായാൽ ബാക്കി എല്ലാതും നമുക്ക് മറ്റുള്ളവരുടെ അസിസ്റ്റൻസിൻ്റെ കൂടെ, അതായത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ പഠിച്ചു കൊള്ളാം എന്ന് ഗാന്ധിജിക്ക് ഉറപ്പുണ്ടായിരുന്നു. Now let's move to the next paragraph. But as I fully appreciate the necessity of a literary training in addition, I started some classes with the help of Mr. Kallenbang and Pragai Desai. Nor did I underrate the building up of the body. പക്ഷേ എന്നാൽ സാഹിത്യ പരിശീലനം അത്യാവശ്യമാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ കലൻ ബാങ്കിൻ്റെയും പ്രഗ്ജി ദേശായിയുടെയും സഹായത്തോടെ ചില ക്ലാസ്സുകൾ ആരംഭിച്ചു. നോർ ഡിഡ് ഐ അണ്ടർറേറ്റ് ചെയ്യുന്ന ഒരിക്കലും കുറച്ച് കണ്ടില്ല ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ബോഡി, ശാരീരിക അധ്വാനത്തിനും അതിൻ്റെയും കൂടിയുള്ള ഇമ്പോർട്ടൻസ് ഞാൻ ഒരിക്കലും കുറച്ച് കണ്ടില്ല. ദിസ് ദേ ഗോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ ഡെയിലി റുട്ടീൻ. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ദിനചര്യങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചു. എന്തൊക്കെ? For there were no servants on the farm, and all the work from cooking down to scavenging was done by the inmates. There were many fruit trees to be looked after and enough gardening to be done as well. ഫാമിൽ ജോലിക്കാർ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാചകം മുതൽ തോട്ടിപ്പണി വരെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ കുട്ടികളായിരുന്നു ചെയ്തിരുന്നത്. പരിപാലിക്കേണ്ട നിരവധി മരങ്ങളുണ്ടായിരുന്ന പോലെ അതുപോലെ തന്നെ കാര്യമായ ഉദ്യാന പരിപാലനവും മിസ്റ്റർ കല്ലൻ ബാങ്കിന് ഉദ്യാന പരിപാലനത്തിന് താല്പര്യമായിരുന്നു. എന്താ പറഞ്ഞത്? ഫോർ ദ നോ സെർവൻസ് ഓൺ ദ ഫാം, ഓൾ ദ വർക്ക് ഫ്രം കുക്കിംഗ് ഡൗൺ ടു സ്കാവേജിങ് വാസ് ഡൺ ബൈ ഇൻമേറ്റ്സ്. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഇൻമേറ്റ്സ്, അതായത് അവിടുത്തെ അന്തേവാസികൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ദർ വർ മെനി ഫ്രൂട്ട് ട്രീസ് ടു ബി ലുക്ക്ഡ് ആഫ്റ്റർ ആൻഡ് ഇനഫ് ഗാർഡനിങ് ടു ബി ഡൺ ആസ് വെൽ. കുറേ ചെടികളെ നോക്കാനുണ്ടായിരുന്നതും അതുപോലെ ഗാർഡനിങ്, പൂന്തോട്ട സംരക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടെ കുറേ കാര്യങ്ങൾ അവിടുത്തെ കുട്ടികൾക്ക് ചെയ്യാനുണ്ടായിരുന്നു. മിസ്റ്റർ കല്ലൻ ബാങ്ക് വാസ് ഫൗണ്ട് ഓഫ് ഗാർഡനിങ് ആൻഡ് ഹാസ് ഗെയിൻ സം എക്സ്പീരിയൻസ് ഓഫ് ദിസ് വർക്ക് ഇൻ ഓൾ വേ ഗവൺമെൻറ് മോഡൽ ഗാർഡൻസ്. കല്ലൻ ബാങ്കിന് ഗാർഡനിങ് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗവൺമെൻറ് മോഡൽ ഗാർഡൻസിൽ പോയി കുറച്ച് എക്സ്പീരിയൻസ്, അതായത് അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി ഓൺ ഓൾ യങ് ആൻഡ് ഓൾഡ് ഹൂ വർ നോട്ട് എൻഗേജ് ഇൻ കിച്ചൺ ടു ഗിവ് സം ടൈം ടു ഗാർഡനിങ്. ഒരു സർക്കാർ മോഡൽ ഉദ്യാനത്തിൽ നിന്നും അദ്ദേഹത്തിന് പരിശീലനം ലഭിച്ചിരുന്നു. അടുക്കളയിൽ ജോലിയില്ലാത്തവരും ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാം ഗാർഡനിങ് കുറച്ച് സമയം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. The children had the lion's share of this work, which including digging pits, feeling timber and lifting loads. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ലാൻഡ് ഷെയർ പറഞ്ഞാൽ ഭൂരിഭാഗം അധികം പണികളും എന്തായിരുന്നു? ഡിഗിങ് പിറ്റ്സ്, കുഴി ഒഴിക്കുക, ഫീലിംഗ് ടിമ്പർ, വിറക് വെട്ടുക, ആൻഡ് ലിഫ്റ്റിംഗ് ലോഡ്സ്, അത് വിറക് വെട്ടി ചുമന്ന് കൊണ്ടുവരിക. ദിസ് ഗേവ് ദം ആമ്പിൾ എക്സസൈസ്. ഇത് തന്നെ കുട്ടികൾക്ക് എന്തായിരുന്നു? വ്യായാമം, എക്സസൈസ് ആയിരുന്നു. ദേ ടുക്ക് ഡിലൈറ്റ് ഇൻ ദ വർക്ക് ആൻഡ് ദേ ഡിഡ് നോട്ട് ജനറലി നീഡ് എനി അതർ എക്സസൈസ് ഓർ ഗെയിം. അവർക്ക് അതിൽ സന്തോഷം ഉണ്ടായിരുന്നു, ആഹ്ലാദം കണ്ടെത്തുകയും അവർക്ക് വേറൊരു വ്യായാമങ്ങളോ കളികളോ ആവശ്യമില്ലാതെ വരികയും ചെയ്തിരുന്നു. ഓഫ് കോഴ്സ് സം ഓഫ് ദം ആൻഡ് സംടൈം ഓൾ ദം മാലിംഗേർഡ് ആൻഡ് സ്ട്രിങ്. തീർച്ചയായും ചില കുട്ടികൾ സ്ട്രിങ് പറഞ്ഞാൽ ചുരുങ്ങുക, മാലിംഗേർഡ് പറഞ്ഞാൽ കളത്രം കാണിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും അവരിൽ ചിലപ്പോൾ എല്ലാവരും അസുഖമുണ്ടെന്ന് നടിക്കുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുകയോ ചെയ്തിരുന്നു.
Sometimes I convinced at their pranks, but often I was strict with them. I dare to say they did not like the strictness, but I do not recollect their having resisted it. Whenever I was strict, I would by argument convince them that it was not right to play with one's work. ചിലപ്പോൾ അവരുടെ കള്ളത്തരങ്ങൾ ഗാന്ധിജി കണ്ടില്ല എന്ന് നടിക്കാറുണ്ട്. പ്രാങ്ക് പറഞ്ഞാൽ കള്ളത്തരം കാണിക്കുക. എന്നാൽ ചിലപ്പോൾ എന്താ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവരോട് പറയാറുണ്ട്. അവർക്ക് എന്ത് ഇഷ്ടമായിരുന്നില്ല, സ്ട്രിക്റ്റ് ആവണത് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ അവർ ചെറുത്ത് നിന്നതായി ഗാന്ധിജി ഓർക്കുന്നുമില്ല. അപ്പോഴും ഞാൻ കാർക്കശ്യം കാണിച്ചുവോ അപ്പോഴെല്ലാം ഒരുവൻ്റെ തൊഴിലിനോട് കള്ളത്തരം കാണിക്കുന്നത് ശരിയല്ലെന്ന് വെച്ചു. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഗാന്ധിജി അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. The conviction would, however, be short-lived. The next moment they would again leave their work and go to play. All the same, we got along, and at any rate they built up fine physique. There was scarcely any illness of the farm, though it must be said that good air and water and regular hours of food were not a little responsible for this. അപ്പോൾ ഇങ്ങനെ ഗാന്ധിജി ജോലിൻ്റെയും നമ്മൾ ചെയ്യുന്ന എക്സസൈസിനൊക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്താൽ വരെ അവിടുത്തെ ടോൾസ്റ്റോയ് ഫാമിലെ അന്തേവാസികൾക്ക് അവർ ചെയ്യുന്ന കായികാധ്വാനങ്ങളും അതിൻ്റെ ഒന്നും എക്സസൈസിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ വരെ അതൊരു വുഡ് ഹവർ ബി ഷോർട്ട് ലിവ്ഡ്, ചെറിയൊരു സമയത്തേക്ക് മാത്രമേ അവരെ മനസ്സിലുണ്ടാവാറുള്ളൂ. പിന്നെയും എന്ത് ചെയ്യും അവർ? അടുത്ത നിമിഷം അവർ വീണ്ടും ജോലി മാറ്റി നിർത്തി കളി തുടങ്ങുമായിരുന്നു. എന്തൊക്കെയായാലും ആ ഫാമിലെ കുട്ടികൾക്ക് ശരീരപ്രകൃതി രൂപപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. ഫാമിൽ ദർ വാസ് സ്കേഴ്സ്ലി എനി ഇൽനെസ് ഓൺ ദ ഫാം. അധിക കുട്ടികൾക്കും അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല വായു, ജലം, കൃത്യസമയത്തുള്ള ഭക്ഷ്യം എന്ന് മാത്രമായിരുന്നില്ല അതിന് കാരണമായിരുന്നത്. Now let's move to next paragraph. A word about vocational training. It was my intention to teach every one of the youngsters some useful manual vocation. ഇനി ടോൾസ്റ്റോയ് ഫാമിൽ ഒരു നമുക്കുള്ള തൊഴിൽ പരിശീലനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് വാസ് മൈ ഇൻറ്റൻഷൻ ടു ടീച്ച് എവറി വൺ ഓഫ് ദ യങ്സ്റ്റേഴ്സ് സം യൂസ്ഫുൾ മാനുവൽ വൊക്കേഷൻ. ഗാന്ധിജിൻ്റെ ഇൻറ്റൻഷൻ ആഗ്രഹമായിരുന്നു എന്ത്? ഓരോ യുവാക്കൾക്കും, എല്ലാ യുവാക്കൾക്കും എന്തെങ്കിലും തൊഴിൽപരമായി എന്തെങ്കിലും പഠിപ്പിക്കുക എന്നത് ഗാന്ധിജിൻ്റെ ഒരാഗ്രഹമായിരുന്നു. ഫോർ ദിസ് പേർപ്പസ് മിസ്റ്റർ കല്ലംബാഗ് വെൻറ്റ് ടു ട്രാപ്പിസ്റ്റ് മൊനാസ്ട്രി ആൻഡ് റിട്ടേൺ ഹാവിംഗ് ലേൺ ഷൂ മേക്കിംഗ്. അപ്പോൾ ഈ ലക്ഷ്യത്തോടെ മിസ്റ്റർ കല്ലൻബാങ് ഒരു ട്രാപ്പിസ്റ്റ് മൊനാസ്ട്രിയിൽ ചെന്ന് ചെരുപ്പ് നിർമ്മാണം അഭ്യസിച്ചായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നത്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം ഹിം ആൻഡ് തോട്ട് ദ ആർട്ട് ടു സച്ച് ആസ് വർ റെഡി ടു ടേക്ക് ഇറ്റ് അപ്പ്. ഗാന്ധിജി അദ്ദേഹത്തിൽ നിന്ന് അത് പഠിക്കുകയും അത് ഗാന്ധിജി മറ്റുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു. മിസ്റ്റർ കല്ലൻബാങ് ഹാഡ് സം എക്സ്പീരിയൻസ് ഓഫ് കാർപ്പൻട്രി ആൻഡ് ദർ വാസ് അനദർ ഇൻമേറ്റ് ഹു ന്യൂ ഇറ്റ്. അതേപോലെ തന്നെ കാർപ്പൻറ്ററി എന്ന ആശാരി പണിയിലും മിസ്റ്റർ കല്ലൻബാങ്ങിന് പരിചയമുണ്ടായിരുന്നു. അതറിയാവുന്ന മറ്റൊരു അന്തേവാസിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആശാരി പണിയിൽ ചെറിയ ക്ലാസ് നൽകി. സോ വി ഹാഡ് എ സ്മോൾ ക്ലാസ് ഇൻ കാർപ്പൻട്രി. കുക്കിംഗ് ഓൾമോസ്റ്റ് ഓൾ ദ യങ്സ്റ്റേഴ്സ് ന്യൂ. ഒരുവിധം എല്ലാ ചെറുപ്പക്കാർക്കും എന്തറിയാമായിരുന്നു? പാചകത്തെക്കുറിച്ച് അറിയാമായിരുന്നു. All this was new to them. They had never even dreamt that they would have to learn these things someday. For generally, the only training that Indian children received in South Africa was in 3 Rs. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് എന്ത് ചെയ്യുന്നു? പുതുമയുള്ള കാര്യമായിരുന്നു. They had never even dreamt that they would have to learn these things someday. ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെ സ്വപ്നത്തിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ പഠിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ പോലും ഇവർ ചിന്തിച്ചിരുന്നില്ല. ഫോർ ജനറലി, സാധാരണ പൊതുവേ ഉണ്ടായിരുന്നത് ദ ഓൺലി ട്രെയിനിങ് ദാറ്റ് ഇന്ത്യൻ ചിൽഡ്രൻ റിസീവ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക വാസ് ഇൻ ദ 3 Rs. സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യക്കാരെ കുട്ടികൾ പരിശീലനം നേടിയിരുന്നത് 3 Rs. അത് റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്ങുള്ള മാത്രമായിരുന്നു ഇവർ സാധാരണ പരിശീലനം ലഭിച്ചിരുന്നത്. Now let's move to the last paragraph. On Tolstoy farm, we made it a rule that youngsters should not be asked to do what the teachers did not do. And therefore, when they were asked to do any work, there were always a teacher cooperating and actually working with them. ടോൾസ്റ്റോയ് ഫാമിൽ ഒരു റൂൾ ഉണ്ടായിരുന്നു. യങ്സ്റ്റേഴ്സ് അധ്യാപകർ ചെയ്യാത്തത് കുട്ടികളോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന ഒരു നിയമം. അതായത് അധ്യാപകർ ചെയ്യാത്ത ഒരു കാര്യം കുട്ടികൾ ചെയ്യരുത് എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെൻ ദേ വർ ആസ്ക്ഡ് ടു ഡു എനി വർക്ക് ദർ വർ ഓൾവേസ് എ ടീച്ചർ കോപ്പറേറ്റിംഗ് ആൻഡ് ആക്ച്വലി വർക്കിംഗ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരുന്നു? കുട്ടികളോട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപകൻ എപ്പോഴും കൂടി ആ ജോലിയിൽ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപകൻ എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. ഹെൻസ് വാട്ട് എവർ ദ യങ്സ്റ്റേഴ്സ് they learn cheerfully. അതുകൊണ്ട് തന്നെ എന്താണ്, ചെറുപ്പക്കാർ എന്തെല്ലാം പഠിച്ചോ അതെല്ലാം സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു ഇതിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ടോൾസ്റ്റോയ് ഫാം എന്നുള്ളത് ഗാന്ധിജിൻ്റെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ചിട്ടും അവിടെ ചെലവഴിച്ച സാമ്പത്തിനെ കുറിച്ചിട്ടും ഗാന്ധിജി എങ്ങനെയാണ് പഠിപ്പിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.